അസ്സലാമു അലൈക്കും. 6ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ 15ാമത്തെ പേജിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഈ പേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കിവിടെ ഒരു വേൾഡ് മാപ്പ് കൊടുത്തതായിട്ട് കാണാം. ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൻകരകൾ മാത്രമാണ്. വൻകരകളെ തിരിച്ചറിയാനുള്ള ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം 7 വൻകരകളാണ് ഉള്ളത്. 7 വൻകരകൾ, നമുക്കറിയുന്ന വൻകരകൾ ഏതൊക്കെയാണ്? ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, പിന്നെ സൗത്ത് അമേരിക്ക ആൻഡ് നോർത്ത് അമേരിക്ക. ഇങ്ങനെ 7 വൻകരകളാണ് ഉള്ളത്. ഇവിടെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നത് കാറത്തു അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക വൻകരയാണ്. കാറത്ത് കോണ്ടിനെന്റ് വൻകര. കാറത്തു അന്റാർട്ടിക്ക. ഈ മാപ്പിൽ അന്റാർട്ടിക്കയുടെ സ്ഥാനം എവിടെയാണ് വരുന്നത്? അന്റാർട്ടിക്ക വരുന്നത് ഈ ഒരു ഭാഗമാണ്. തൊട്ടുടനെ കൊടുത്തിരിക്കുന്നത് കാറത്തു അംരീക്കിയ അൽ ജുനൂബിയ. കാറത്തു അംരീക്കിയ അൽ ജുനൂബിയ, അതായത് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക. ഇനി നമുക്ക് വേണ്ടത് നോർത്ത് അമേരിക്ക ഉണ്ട് അല്ലേ? കാറത്തു അംരീക്കിയ അഷിമാലിയ. കാറത്തു അംരീക്കിയ അഷിമാലിയ. ഇനി വേണ്ടത് കാറത്തു ഏഷ്യ. ഏഷ്യ എവിടെയാണ്? കാറത്തു ഏഷ്യ. അടുത്തത് കാറത്തു യൂറോപ്പ്. യൂറോപ്പിന് ഊറൂബ. കാറത്തു ഊറൂബ. കാറത്തു അഫ്രീഖിയ. കാറത്തു അഫ്രീഖിയ. കാറത്തു അസ്ട്രാലിയ. കാറത്തു അസ്ട്രാലിയ. ടെക്സ്റ്റ് പുസ്തകത്തിൽ ഇങ്ങനെയും അടയാളപ്പെടുത്തുക, അതുപോലെ എഴുതി ചേർക്കുകയും ചെയ്യാം. തൊട്ട് താഴേക്ക് വരുമ്പോൾ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനാണ് നഖ്റഉൽ ബയാനാത്ത്. കുറിപ്പുകൾ വായിക്കുക, വനഫ്ഹം, എന്നിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചിത്രം നോക്കാം. ഹാസിഹി അഹ്റാമു മിസ്ർ. ഹാസിഹി അഹ്റാമു മിസ്ർ. അഹ്റാം പിരമിഡുകൾ. നമ്മൾ പാഠത്തിൽ പഠിച്ച വാക്ക് തന്നെയാണ്. മിസ്റിലെ പിരമിഡുകളാണ് ഇവ. ബനാഹ അതിനെ നിർമ്മിച്ചത് മുലൂക്കു മിസ്ർ. മുലൂക്ക് മലിക്ക് രാജാവ്, മുലൂക്ക് രാജാക്കന്മാർ. മിസ്ർ മിസ്റിലെ രാജാക്കന്മാർ. ഫി സമനിൽ ഖദീം. സമൻ കാലം എന്നാണ് സമന്റെ അർത്ഥം. സമൻ കാലം. അൽ ഖദീം പണ്ട് കാലത്തെ. പണ്ട് ഖദീം പണ്ട് കാലത്തെ മിസ്റിലെ രാജാക്കന്മാരാണ് ഈ പിരമിഡുകൾ നിർമ്മിച്ചത്. ഹിയ അത് മിനൽ അജായിബിൽ ആലമിയ. ഹിയ അത് മിനൽ അജായിബ്. അജായിബ് അത്ഭുതങ്ങൾ. അൽ ആലമിയ ലോകാത്ഭുതങ്ങളിൽ പെട്ടതാണ്. ഈ പിരമിഡ് ലോകാത്ഭുതങ്ങളിൽ പെട്ടതാണ്. തൊട്ടടുത്ത ചിത്രം ഹാസിഹി ഖൽഅത്തു സലാഹുദ്ദീൻ അയ്യൂബി. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. തഖഉ ഫിൽ ഖാഹിറ. തഖഉ അത് സ്ഥിതി ചെയ്യുന്നു. ഫിൽ ഖാഹിറ കൈറോ പട്ടണത്തിലാണ്, കൈറോ നഗരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ബുനിയത്ത് അത് നിർമ്മിക്കപ്പെട്ടത് അൽഫ് വമിഅ സലാസ വസമാനിയൂൻ. സന അൽഫ് വമിഅ സലാസ വസമാനിയൂൻ. 1183 ഇത് നിർമ്മിക്കപ്പെട്ടത്. ഫി അഹ്ദി സലാഹുദ്ദീൻ അയ്യൂബി. അഹ്ദ് കാലഘട്ടം. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടമായ 1183 ഈ
സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട നിർമ്മിക്കപ്പെട്ടത്. അടുത്ത ചിത്രം നോക്കാം. ഹാസിഹി ജാമിഅത്തു അൽ അസ്ഹർ. ഹാസിഹി ജാമിഅത്തു അൽ അസ്ഹർ. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയാണ് ഇത്. മിൻ അഖ്ദമി അൽ ജാമിഅത്തി ബിമിസ്ർ. അഖ്ദം ഖദീം നേരത്തെ നമ്മൾ പഴയത് പറഞ്ഞിട്ടുണ്ട്. സമനിൽ ഖദീം. അഖ്ദം വളരെ പഴയ. മിൻ അഖ്ദം വളരെ മുമ്പേ ഉള്ള വളരെ പഴകിയ യൂണിവേഴ്സിറ്റിയാണ് അൽ അസ്ഹർ. ബനാഹ അതിനെ നിർമ്മിച്ചത് അൽ ഖായിദ് നേതാവാണ് ജൗഹറു സഖലി. ജൗഹറു സഖലി എന്ന് പറയുന്ന നേതാവാണ് അത് നിർമ്മിച്ചത്. ആമ് ഏത് വർഷത്തിലാണ് നിർമ്മിച്ചത്? 970 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്തത് ഹാസ മത്ഹഫു മിസ്ർ. മത്ഹഫ് നേരത്തെ നമ്മൾ പറഞ്ഞ വാക്കാണ്. മിസ്ർ മ്യൂസിയമാണ്. അഹദു അക്ബറു മത്താഹിഫു ഫിൽ ആലം. അഹദു അക്ബരി മത്താഹിഫ ഫിൽ ആലം. ആ ലോകത്ത് തന്നെ അഹദു അക്ബർ. അക്ബർ ഏറ്റവും വലുത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ മ്യൂസിയം. യഖഉ ഫിൽ ഖാഹിറ. ഇത് കൈറോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉസ്സിസ അത് സ്ഥാപിക്കപ്പെട്ടു. ഉസ്സിസ സ്ഥാപിക്കപ്പെട്ടു. ഹാസൽ മത്ഹഫ് ഈ മത്ഹഫ് സ്ഥാപിക്കപ്പെട്ടത് ആം 1835. 1835 ഈ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. ഈ കുറിപ്പുകൾ നമ്മൾ വായിച്ചു. ഇനി താഴെ ചില കുറിപ്പുകളും കൂടി കൊടുത്തിട്ടുണ്ട്. നേരത്തെ കൊടുത്തത് മിസ്റിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ്. താഴെ നമുക്ക് നോക്കാം. ഒന്നാമത് കൊടുത്തിരിക്കുന്ന ചിത്രം താജ്മഹലാണ് അല്ലെ. താജ്മഹലാണ്. അവിടെ കുറച്ച് നിഖാത്ത് കൊടുത്തിട്ടുണ്ട്. നിഖാത്ത് ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ് നിഖാത്ത്, ഹിന്റുകൾ. അതുപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതുപോലെയുള്ള ബയാന് ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കേണ്ടത്. വായിച്ചു നോക്കാം. ഹാസ മബ്ന താജ്മഹൽ. ഇത് താജ്മഹൽ കെട്ടിടമാണ്. മബ്ന കെട്ടിടം. ഹുവ മിനൽ അജായിബിൽ ആലമിയ. ഇത് ലോകാത്ഭുതങ്ങളിൽ പെട്ടതാണ്. ലോകാത്ഭുതം എന്നുള്ള വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചു. യഖഉ ബി ആഗ്ര. യഖഉ സ്ഥിതി ചെയ്യുന്നു. ബി ആഗ്ര ആഗ്രയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ. ബനാഹു അൽ മലിക്കു ഷാജഹാൻ. അത് നിർമ്മിച്ചത് ഷാജഹാൻ രാജാവാണ്. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ചേരമാൻ മസ്ജിദിന്റെ ആണ്. മസ്ജിദു ചേരമാൻ. ചേരമാൻ മസ്ജിദിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ മസ്ജിദിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഒരു ചെറിയ ബയാന് തയ്യാറാക്കേണ്ടത്. തന്നിരിക്കുന്ന ഹിന്റുകള് മസ്ജിദു ചേരമാൻ പള്ളിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഫി വിലായത്തി കേരള കേരളത്തിലാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അഖ്ദമു മസ്ജിദുൻ ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഏറ്റവും ആദ്യത്തെ പള്ളി എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നിനെയും ചേർത്തുകൊണ്ട് നമുക്ക് എഴുതി നോക്കാം. ആദ്യം ഇത് ചേരമാൻ പള്ളിയാണ്. എങ്ങനെ പറയാം? ഹാസ മസ്ജിദു ചേരമാൻ. ഹാസ മസ്ജിദു ചേരമാൻ. ഇനി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതിന്റെ വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. യഖഉ. യഖഉ ഫി വിലായത്തി കേരള. യഖഉ ഫി വിലായത്തി കേരള. ഇനിയോ അഖ്ദമു മസ്ജിദ് ഫിൽ ഹിന്ദ്. നമുക്ക് ചേർക്കാം. ഇത് എന്ന് മാത്രമേ വേണ്ടൂ. ഒന്നുകിൽ നമുക്ക് ഹാസ അഖ്ദമു മസ്ജിദിൻ ഫിൽ ഹിന്ദ്. ഹാസ അഖ്ദമു മസ്ജിദിൻ ഫിൽ ഹിന്ദ്. ചേരമാൻ പള്ളിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, ചേരമാൻ പള്ളിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യം പണി കഴിപ്പിച്ച പള്ളി.
അതുപോലെ ആദ്യം ജുമാ നടക്കുന്ന പള്ളി, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജുമാ നടക്കുന്നത് ഈ പള്ളിയിലാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്താണ് ചേരമാൻ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കഴിപ്പിച്ചത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിലേക്ക് വന്നപ്പോഴാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളി കേരളത്തിലാണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളവും അറബ് നാടുകളുമായി ഉണ്ടായിരുന്ന ബന്ധത്തെയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളവും ഈ അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ അന്നത്തെ അറബ് രാജ്യങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധം, അത് വാണിജ്യ ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. തൊട്ടടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇത് സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. നമ്മുടെ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് മബ്ന സിക്രത്താറിയാത്ത്, പിന്നെ ഫി വിലായത്തി കേരള, മലിക്കു ആയില്യം തിരുനാൾ, മലിക്കു ആയില്യം തിരുനാൾ. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു ചെറിയ പാരഗ്രാഫ് ആക്കി എഴുതുക? ആദ്യം ഇത് സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഹാദാ മബ്ന സിക്രത്താറിയാത്ത്, ഹാദാ മബ്ന സിക്രത്താറിയാത്ത്. ഈ വിലായത്തി കേരളയാണ് അടുത്ത തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെ യഖഉ ഫി വിലായത്തി കേരള. ഇനി എവിടെയാണ് എന്ന് ചേർക്കണമെങ്കിൽ തിരുവനന്തപുരം എന്ന് ചേർക്കാം. യഖഉ ഫി വിലായത്തി കേരള. ഇനി ആരാണ് നിർമ്മിച്ചത് എന്നാണ് കൊടുക്കുന്നത്. ബനാഹ മലിക്കു ആയില്യം തിരുനാൾ, ബനാഹ മലിക്കു ആയില്യം തിരുനാൾ. അപ്പോൾ നമ്മുടെ ആ പാരഗ്രാഫുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.